ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു താറാവ് കറി വെക്കാനുള്ള പ്ലാനാണ്. അപ്പം താറാവ് മേടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ താറാവ് മേടിക്കാൻ പോവാണ്. എൻ്റെ കൂടെ ആണെങ്കിൽ അമ്മ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി മേടിക്കാനുള്ള പരിപാടിയാണ്. Shadows play. The wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet. താറാവിനെ കിട്ടി. നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ ചെന്ന് നേരെ അടുപ്പിൽ കയറ്റുന്നു. ലെറ്റ്സ് ഗോ. ഇത് നല്ലോണം കഴുകണം. ഇത് മേടിച്ച് നമുക്ക് അധികം നേരം വെക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ രോമം പിന്നെയും മുളയ്ക്കുമെന്നാണ് പറയുന്നത്. അറിയില്ല. നമുക്കിതൊന്ന് നല്ലോണം വാഷ് ചെയ്തെടുക്കാം, എന്നിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊരു 4-5 തവണ കഴുകിയിട്ട് അതിനകത്തേക്ക് വിനാഗിരി ഉപ്പിട്ട് പിന്നെയും കഴുകി. അപ്പോൾ അതിൻ്റെ ഉളുമ്പ് മണം അങ്ങോട്ട് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാവുള്ളേ, അല്ലെങ്കിൽ ഭയങ്കര ഉളുമ്പാണ് ഇതിന്. കഴുകിയിട്ടേക്കുന്ന സാധനം നമ്മൾ കുക്കറിനകത്ത് ഇടാൻ പോവാണ്. അപ്പം ഇത് നാടൻ താറാവ് ആയതുകൊണ്ട് ഇത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 വിസിലും. ഓക്കെ. അപ്പം നമുക്ക് മസാല എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഏകദേശം 1 കിലോ ഉണ്ട്. ഏകദേശം 1 കിലോ ഉണ്ട്. അപ്പം അതനുസരിച്ച് വേണം മസാലയും കാര്യങ്ങളും ഇടാൻ. നമുക്ക് നോക്കാം എന്തൊക്കെ മസാല വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അധികം ഇടരുത്, കയ്പ്പ് വരും. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കണം. ഇതിനകത്തേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടണം. ഇപ്പം പിന്നെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറവാണെങ്കിൽ അന്നേരം ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇപ്പം മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഇത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടതാണ് കുറച്ചും കൂടെ. അപ്പം അത് നോക്കിയേ ആഡ് ചെയ്യാവുള്ളൂ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് നമുക്കൊരു 3 വിസിൽ അടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്തേ അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് അടിയിൽ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വിസിൽ അടിച്ചു. ഇപ്പം തീ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. അതിലിരുന്ന് 2 വിസിലും കൂടെ. ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ റോസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 15 പീസ് ചെറുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി. തേങ്ങ ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഗാർലിക്, ജിഞ്ചർ അത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ എങ്ങനെയും ഇടാം. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരിക ഡയറക്റ്റ് അരിഞ്ഞിടുന്നതിനേക്കാളും. നമ്മൾ ഈ ചീനച്ചട്ടിയിലാണ് ഇന്ന് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഏകദേശം മൂത്തു. ഇനി നമുക്ക് ആദ്യമേ ചെറുള്ളി ഇടാം.
വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മീഡിയം സൈസ് 2 സവോള അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നു. ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ്. കാരണം ഇനി ഉപ്പും മസാലയും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് ഇത് ഇട്ടപ്പം താറാവിനെ ആദ്യമേ വേവിച്ചപ്പം നമ്മൾ ഓൾറെഡി മസാല ചേർത്തിട്ടുള്ള. അപ്പം അതിനനുസരിച്ച് വേണം വഴറ്റുമ്പോൾ ചേർക്കാൻ. കറിവേപ്പില ഇടുവാണ്. ആവശ്യത്തിന് കറിവേപ്പില ഇടുന്നു. നല്ലോണം വഴറ്റിയെടുക്കാനുള്ള ടൈം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് കരിയത്തില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ. ഓക്കെ. അപ്പം താറാവ് നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ച് നല്ല സെറ്റായി ഇരിപ്പുണ്ട്. നല്ലോണം മസാലയൊക്കെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും. സവോള ഏകദേശം നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഈ ഒരു കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനിയുള്ള മസാലകൾ ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും 3 മസാലകൾ ചേർത്ത് ഒന്നുകൂടെ മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്കിനി കുരുമുളക് ഇടാനുണ്ട്. മസാല ആയി കഴിയുമ്പം അതിലേക്ക് തക്കാളി ഇടാനുണ്ട്. അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് തക്കാളി ഇടാം. മസാല ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഇളക്കാം, അല്ലെങ്കിൽ മൂടി വെക്കാം. പക്ഷെ കരിഞ്ഞു പോയത്. ഓക്കെ ഗൈസ്. തക്കാളി ഉടയാൻ കുറച്ച് സമയം എടുക്കും. അപ്പം തക്കാളി ഉടയുന്നതിലാണ് വേറൊരു ടേസ്റ്റ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന പലർക്കും അതിനുള്ള സാവകാശമില്ല. എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ഉടയ്ക്കാനുള്ള ധൃതിയാണ്. പക്ഷെ തന്നെ ഉടയുകയാണ്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ആഡ് ചെയ്യാം. വെള്ളത്തോടു കൂടി ഒഴിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കണം തീരെ. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുക്കറിനകത്ത് വേവിച്ചപ്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ആയിട്ട് കാണും. അപ്പോൾ അത് ഒന്ന് വറ്റിച്ച് കുറച്ചെടുക്കണം. അപ്പം എന്തെങ്കിലും വേകാത്തതായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അപ്പോൾ അത് മാറിക്കോളും. ഓക്കെ. അതിനുശേഷം മാത്രം കുരുമുളക് ഇട്ടാൽ മതി, വാങ്ങാൻ നേരത്ത് മാത്രം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ തിളയിൽ കുറച്ച് ഗ്രേവി വറ്റും. അന്നേരം നമുക്ക് പെപ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ലോണം തിള വന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് ചേർക്കാം. എരിവ് നോക്കണേ, കാരണം ഈ റോസ്റ്റിന് എരിവ് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റിന് ശേഷം വാങ്ങാം. ഇനി ഇത് ഒന്നുകൂടെ വറ്റിക്കണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ വറ്റിക്കാം. അത് എന്ത് കഴിക്കുന്നു എന്നതിലുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം. അപ്പം തുള്ളി ഗ്രേവി ആക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്.
അപ്പം കുരുമുളക് ഇട്ട് നമ്മൾ തിള വന്ന് പിന്നെയും നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പം ഗൈസ് നമ്മുടെ താറാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.